അഭിനോക്കല്ല ഇപ്പൊ ഞങ്ങളുടെ ദുരൂഹതകൾ നീങ്ങി ഈ സയന്റിഫിക് ആയിട്ട് അവരുടെ പരിശോധന പൂർണ്ണമായിട്ട് നീങ്ങി. ഞങ്ങൾക്ക് ഏതാണ് ഞങ്ങൾ കൺഫേം ആയി ഈ കല്ലറയിലെ രണ്ടുപേരെയാണ് നമ്മുടെ അടക്കിയിട്ടുണ്ടായിരുന്ന രജിസ്റ്റർ പ്രകാരം ആ രണ്ടുപേരാണ് എന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കൺഫേം ചെയ്തു അത് തന്നെയാണെന്ന്. പോലീസുകാര് അതിന്റെ അടിയിലോട്ട് വീണ്ടും ഒരു മാറ്റി നോക്കി മൂന്നാമതൊരു സാന്നിധ്യം ഉണ്ടോ നോക്കി മൂന്നാമതില്ല എന്നുള്ളത് കൺഫേം ചെയ്തു. ഞങ്ങൾ വളരെ ഹാപ്പി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ സാധാരണ രീതിയിൽ കാണാത്തൊരു അൺയൂഷ്വൽ വേയിലാണ് വേറൊരു ബോഡി കിടക്കുന്നത്. അങ്ങനെ ഒരിക്കലും കാണത്തില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് പരിഹരിക്കപ്പെട്ടു. ഇനി പായ സംബന്ധിച്ചൊരു ഇത് കൂടി നടക്കുന്നു. പായ സംബന്ധിച്ച് ഒന്നും നടത്താനില്ല. കാരണം അത് ആദ്യം മരിച്ചത് 95 വയസ്സുള്ള അമ്മയാണ്. അതായത് ആളൊരു ചെറിയ ആളാണ്. അപ്പോൾ അന്ന് അടക്കിയപ്പോഴത്തേനും കുറച്ച് ഹൈറ്റ് പെട്ടി കിട്ടാൻ വേണ്ടി പായ വല്ല ഉപയോഗിച്ചിട്ടുണ്ടാകും. അന്നത്തെ സമയമല്ലേ. അതുകൊണ്ട് ആ ഒരു സംശയം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഓക്കെ ആയി. പക്ഷെ അതിന് താഴെ അല്ലെങ്കിൽ ഈ 2006 സംസ്കരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം 2015 സംസ്കരിക്കുമ്പോൾ അത് അറക്കപ്പൊടിയിട്ട് അതിന് മുകളിൽ തുണി വിരിച്ച് അതിന് മുകളിലാണല്ലോ 2015 സംസ്കാരം നടത്തുക. പിന്നെ എങ്ങനെയാണ് അത് പൊന്തി വരാനുള്ള സാധ്യത? അതിന് മുകളിൽ അറക്കപ്പൊടിയിട്ട് തുണിയിട്ട് സംസ്കാരം നടന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം 2015 അടക്കിയ ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവരുടെ ചിന്തയാണ്. അവർ പറഞ്ഞു, അവർ കണ്ട കാര്യം അവർ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങളാൽ ചില സാഹചര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അന്ന് അടക്കിയവർ ചിലപ്പോൾ അവരിൽ വന്ന ഒരു വീഴ്ചയായിരിക്കും. ചിലപ്പോൾ അന്ന് അടക്കാൻ വേണ്ടി സഹായിക്കാൻ നിന്നവർ വന്നൊരു വീഴ്ചയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടിയിലുണ്ടായിരുന്ന പെട്ടി പൂർണ്ണമായിട്ട് ക്രഷ് ചെയ്യാതെ അറക്കപ്പൊടി ഇട്ട് ജസ്റ്റ് അതേപോലെ ഒന്ന് ലെവലാക്കി അതിന് രണ്ടാമത് അടക്കാൻ വന്നപ്പോൾ അവൾ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇട്ട് ലെവലായി കിടക്കുന്നു. പക്ഷെ അടിയത്തെ പെട്ടി ക്രഷായിട്ടുണ്ടാകത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടും ഒരേപോലെ കാണുന്നത്. എന്തായാലും അത് ഓക്കെ. പള്ളിയെ സംബന്ധിച്ച് മൂന്നാമതൊരു മൃതദേഹം ഇല്ല എന്നതോടുകൂടി ബാക്കി കാര്യങ്ങൾ തീർന്നു. മൂന്നാമത് ഒന്ന് അവിടെ ഇല്ല എന്നുള്ളത് കൺഫേം ആയതോടെ ഞങ്ങൾക്ക് ശാന്തമായി. ഇനി അവർ സയന്റിഫിക്കലി അവർ ബാക്കി പരിശോധിക്കുന്നു. ഫോറൻസിക് ലാബിലോട്ട് കൊണ്ടുപോകുമല്ലോ. അതോടുകൂടി അതിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അത് ശ്രീജോടെ തിരോധാനോ എനിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്ക് അത് പറയാനില്ല. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഞങ്ങൾക്ക് താങ്ക് യു.